നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കരുനാഗപ്പള്ളി കന്നേറ്റി മുതൽ നമ്മൾ പുത്തൻതെരുവ് വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത്. കഴിഞ്ഞ നമ്മുടെ 2 വീഡിയോ എന്ന് പറയുന്നത് നീണ്ടകര മുതൽ കന്നേറ്റി വരെയുള്ള വീഡിയോസ് 2 പാർട്ടായിട്ട് നമ്മുടെ ചാനലിനകത്തുണ്ട്. അതിൻ്റെ 2ൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിട്ടിരിക്കാം. അപ്പം പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മൾ നേരെ ഇപ്പോൾ തിരിക്കുന്നത് കന്നേറ്റി പാലത്തിൻ്റെ അടുത്തായിട്ടാണ്. പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇനി നടുക്കുള്ള പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കൂടി ഈ ഒരു ഭാഗത്തായിട്ട് പൂർത്തിയാവാനുണ്ട്. ഇനി 2 സൈഡിലും അബ്യൂട്ട്മെൻറ്റ് പിയറാണ്. അത് കഴിഞ്ഞേച്ച് 2 എൻഡിലുമായിട്ട് പിന്നെ ഈ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയാണ്. ഇവിടെ 4, 4, 8, 2, 10 ഗർഡറുകളുടെ പണിക്കകത്ത് അതിലൊരെണ്ണത്തിൻ്റെ പണി പൂർത്തിയാവാനുണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്നത് ലാലാജി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ പിന്നെ ഒരു അണ്ടർപാസിൻ്റെ അടിയിൽ കൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ നിർമ്മാണം ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് പൂർത്തിയാവാനും കൂടി ബാക്കിയുണ്ട്. പിന്നെ ഈ വളവ് എത്തുമ്പം ഈ ഇടത്തെ സൈഡിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളാണുള്ളത്. നേരെ ഇനി ലാലാജി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ലാലാജി ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ വലത്തേ സൈഡിൽ കുറച്ചും കൂടെ ഒരു മണ്ണ് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഇപ്പം ഡ്രൈനേജിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം എത്തുമ്പം വലത്തേ സൈഡിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും. വലത്തേ സൈഡിൽ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. പുതിയ മൈജിയുടെ ഷോറൂം തുടങ്ങിയെടുത്ത് തന്നെ അവിടെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഡ്രൈനേജിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇടത്തേ സൈഡ് കുറച്ച് ലെങ്തിലായിട്ട് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെയും ഡ്രൈനേജിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലാലാജി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഇവിടെ കുറേ കമ്പിയും സാധനങ്ങളും ഒക്കെ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡ് മുതൽ ലാലാജി ജംഗ്ഷൻ വരെ ഇപ്പം അത്യാവശ്യം നല്ല ബ്ലോക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം ലാലാജി ജംഗ്ഷൻ വരെ അവർ ഈ ഇരുമ്പിൻ്റെ ബാരിക്കേഡ് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ പൈലിംഗ് വർക്കുകളിൽ ലാലാജി ജംഗ്ഷനിലോട്ടും അവർ കുറച്ചും കൂടെ നീട്ടിയിട്ടുണ്ട്. നമ്മളിപ്പം ലാലാജി ജംഗ്ഷൻ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ സ്റ്റാൻഡിൻ്റെ അടുത്തോട്ട് പോകുമ്പം ഇടത്തെ സൈഡിലായിട്ട് കുറച്ചും കൂടെ അവർ പൈലിംഗ് വർക്കുകൾ ചെയ്തു വരുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഒരിടത്തായിട്ട് എത്ര പൈലിംഗ് ആണെന്ന് നമുക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. പൈൽ ക്യാബിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം എത്ര എണ്ണം കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. ഇത്രയും പണിയാണ് ലാലാജി ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ട് പിന്നെ നമ്മൾ കരുനാഗപ്പള്ളി സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് വരുമ്പം നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് തന്നെയാണ് കുറേ നീളത്തിലായിട്ട് പോസ്റ്റ് നിൽക്കുന്നത്. അതൊക്കെ ഇനി എടുത്ത് മാറ്റേണ്ട പണിയുണ്ട്. ഇടത്തെ സൈഡിലായിട്ട് പുതിയ പോസ്റ്റും ഇടയ്ക്കിടയ്ക്കൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, വലത്തെ സൈഡിലായിട്ട് കുറച്ചും കൂടെ ഡ്രൈനേജിൻ്റെ പണി ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങാനുണ്ട്. വലത്തെ സൈഡിൽ കരുനാഗപ്പള്ളി ഭാഗത്ത് വലിയ പണി ഡ്രൈനേജിൻ്റെ പണി നമ്മൾ കരുനാഗപ്പള്ളി സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് വരുന്ന ഭാഗത്തായാലും വലുതായിട്ട് തുടങ്ങിയിട്ടില്ല. നമ്മൾ കാണുന്നത്, എനിക്ക് തോന്നിക്കുന്നത് പഴയ ഡ്രൈനേജ് സിസ്റ്റമാണ് വലത്തെ സൈഡിലൊക്കെ ആയിട്ട് ചില സ്ഥലത്ത് തെളിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പൈലിംഗ് വർക്കിന് വേണ്ടി അവരിപ്പം ബാരിക്കേഡ് നമ്മൾ പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇടത്തെ സൈഡിൽ നമ്മളിവിടെ കാണുന്നിടം വരെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗം വരെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം കുറച്ച് നാളൂടെ കഴിയുമ്പോൾ ഇനി കൂടുതൽ സ്ഥലത്തോട്ട് അവർ ഈ ബാരിക്കേഡ് വെച്ചിട്ട് പൈലിംഗ് വർക്കുകൾ ഉടൻ തന്നെ ആരംഭിക്കുമായിരിക്കും. അപ്പോൾ കൂടുതൽ കരുനാഗപ്പള്ളി ട്രാഫിക് ബ്ലോക്കൊക്കെ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. പിന്നെ നമ്മൾ നേരെ ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇടത്തെ സൈഡിലായിട്ടാണ് കുറച്ച് ലെങ്തിലായിട്ട് 2 സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തും റോഡ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ സിവിൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ അവർ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അവരിപ്പം കുറച്ച് മെറ്റിലിട്ട് നിരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വർക്കുകൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പൈലിംഗ് വർക്കിന് വേണ്ടിയിട്ട്. നമ്മൾ മുമ്പോട്ട് വരുമ്പം അവിടെയും കുറച്ച് സ്ഥലത്തൊക്കെ ആയിട്ട് ബാരിക്കേഡ് വെച്ചിട്ട് ആ ഒരു ഭാഗത്തും ലോഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പം മുമ്പോട്ട് വരുമ്പം കാണാൻ പറ്റും. സിവിൽ സ്റ്റേഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ AM ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗത്തായിട്ട് എത്തുമ്പം അവിടെ കുറച്ച് കോൺക്രീറ്റ് ക്യൂബ്, ഈ ലോഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് ക്യൂബ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. കുറച്ച് ലോഡ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഹൈസ്കൂൾ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഇടതുഭാഗത്തുണ്ടായിരുന്ന ഒരു ക്ഷേത്രം അത് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ മുറിച്ച് മാറ്റി അവിടെ ഇപ്പം ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞ് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ നേരെ എത്തിയിരിക്കുന്നത് ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നേരത്തെ നമ്മുടെ വീഡിയോയിൽ കണ്ടതുപോലുള്ള മാറ്റങ്ങളേ ഉള്ളൂ. പിന്നെ ഹൈസ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ വലത്തേ സൈഡിൽ അവർ ഡ്രൈനേജിൻ്റെ പണിയും ഇടത്തെ സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. വലത്തേ സൈഡിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പം ഡ്രൈനേജിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണ് നീക്കം ചെയ്ത് ഡ്രൈനേജിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ
പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലുള്ള മാറ്റങ്ങളുള്ളൂ. ഇവിടുന്ന് നമ്മൾ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് പുള്ളിമാൻ ജംഗ്ഷൻ വരെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുള്ള മാറ്റങ്ങളേ ഉള്ളൂ. വലിയ പണിയൊന്നും നടന്നിട്ടില്ല. എനിക്കൊന്ന് കുറച്ചും കൂടെ പണി നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഡ്രൈനേജിൻ്റെ പണിയാണ് നടന്നിട്ടുള്ളത്. വലത്തെ ഈ സൈഡിലുണ്ടായിരുന്ന കുറേയധികം പോസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ഈ സൈഡിലൊക്കെ കറക്റ്റ് ആ സർവീസ് റോഡിനകത്താണ് പഴയ പോസ്റ്റുകളൊക്കെ നിൽക്കുന്നതൊക്കെ എടുത്ത് മാറ്റേണ്ട പണിയുണ്ട്. വലത്തെ സൈഡിൽ ഇപ്പം പഴയ പോസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയ പോസ്റ്റ് വലത്തെ സൈഡിലൊക്കെ ആയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്രയും മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. നേരെ പിന്നെ നമ്മൾ മുമ്പോട്ട് പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ടാറിങ്ങിൻ്റെ പണി കുറച്ച് ലെങ്തിലായിട്ട് ആ ഒരു ഭാഗത്തായിട്ട് അങ്ങനെ പൂർത്തിയായിരിക്കുന്നത് കാണാൻ പറ്റും. ആദ്യത്തെ ലെയറാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പം നിലവിലെ റോഡിൻ്റെ 2 സൈഡിലും മണ്ണിട്ട് നല്ലോണം ഉയർത്തി അതിൻ്റെ മുകളിൽ മെറ്റിലൊക്കെ ഇട്ട് ലെവൽ ചെയ്തതിന് ശേഷം അത് സ്റ്റെബിലൈസ് ചെയ്ത് പിന്നെ ഒരു സൈഡിൽ പ്രൈം കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗത്തായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വലത്തെ സൈഡിൽ ഇപ്പം കുറച്ച് ലെങ്തിലായിട്ട് പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്ത് പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഇനി ടാറിങ് ചെയ്യാനുണ്ട്. അപ്പം പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നതാണ് വലത് ഭാഗത്തായിട്ട് കാണുന്നത്. ഇടത്തെ സൈഡിൽ കുറച്ച് ലെങ്തിലായിട്ട് അവർ ആദ്യത്തെ ലെയർ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ലെങ്തിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ പുള്ളിമാൻ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ പുതിയകാവ് ഭാഗത്തോട്ട് പോകുമ്പം പിന്നെ വലിയ പണിയൊന്നും ആ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല. എങ്കിലും കുറച്ച് ഭാഗത്തായിട്ട് നമ്മൾ തരംഗം തിയേറ്റർ KCB ആ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം അവിടെ വലത്തെ സൈഡിൽ കുറച്ച് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അവർ മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇപ്പം നമ്മൾ താജ്മഹൽ പള്ളി എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പാകത്തായിട്ട് ഇത്രയും പണി നടക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിക്കുന്ന ഇവിടെ വണ്ടി തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി ലോഡും കൊണ്ട് വരുന്നുണ്ട്. ഇറക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ഭാഗം കുറച്ച് പണി നടക്കാതെ ഈ ഒരു ഭാഗത്ത് ഇട്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ലോഡ് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇറക്കുന്നത്. പിന്നെ നമ്മൾ KCBയുടെ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ കുറച്ച് ഡ്രൈനേജിൻ്റെ പണിയും ആ ഒരു ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയും നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നിക്കുന്ന വലത്തെ സൈഡിൽ KCB ആയതുകൊണ്ട് തന്നെ കറണ്ട് ലൈൻ പാസ് ചെയ്ത് കേബിൾ എന്തെങ്കിലും പോകുന്നതിന് വേണ്ടിയിട്ട് അടിയിൽ കൂടി പോകുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് നീക്കം ചെയ്യുന്ന പണിയാണ് ആ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത് തോന്നുന്നത്. ഇപ്പം പുതിയ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ വലത് ഭാഗത്തായിട്ട് ഡ്രൈനേജിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അത്രയും ഭാഗത്തായിട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇടത്തെ സൈഡിലും കുറച്ച് ലെങ്തിലായിട്ട് ഡ്രൈനേജിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ട് വരുന്നുണ്ട്. വലത്തെ സൈഡിൽ നിന്നും കുറച്ചൊക്കെ മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പുതിയകാവ് ജംഗ്ഷൻ കഴിഞ്ഞേച്ച് വരുമ്പം ഇത്രയും പണിയൊക്കെ നമ്മൾ പുതിയകാവ് വരുമ്പം ഉണ്ട്. പിന്നെ നമ്മൾ പുതിയകാവ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് പിന്നെ അടുത്ത ഘട്ടം ടാറിങ് കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ വവ്വാക്കാവ് ജംഗ്ഷനിൽ നിന്ന് നേരെ പുതിയകാവിലോട്ട് വരുമ്പം വവ്വാക്കാവ് ആനന്ദ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുത്തൻതെരുവ് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്ന ഈ ഒരു ഭാഗം വരെയാണ് അവരിപ്പം ഒരു സൈഡിലായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത്. മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ഇടത്തെ സൈഡിലായിട്ടാണ് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത്. എങ്കിലും ചില ഭാഗത്തൊക്കെ ഇടത്തെ സൈഡിലായിട്ട് ടാർ ചെയ്യേണ്ട ഭാഗത്തൊക്കെയാണ് പോസ്റ്റൊക്കെ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങൾ അവർ ഒഴിച്ചിട്ടിട്ടാണ് ഇപ്പം ആദ്യത്തെ ലെയർ ഈ ഒരു ഭാഗത്തായിട്ട് ടാർ ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് ഇനിയും ഇടത്തെ സൈഡിലായിട്ടൊക്കെ തന്നെ ഓടയുടെ നിർമ്മാണം പൂർത്തിയാവാനുണ്ട്. അതേപോലെ തന്നെ പൂർത്തിയായ ഓടയുടെ മുകളിൽ സ്ലാബിട്ട് ക്ലോസ് ചെയ്യേണ്ട പണിയുണ്ട്. അതേപോലെ തന്നെ വലത്തെ സൈഡിലും അതേപോലെയുള്ള പണിയുണ്ട്. ഓടയുടെ നിർമ്മാണമൊക്കെ കുറച്ച് ലെങ്തിലായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പൂർത്തിയായിട്ടുള്ളൂ. ഓടയുടെ മുകളിൽ വലത് ഭാഗത്തും അതേപോലെ തന്നെ ക്ലോസ് ചെയ്യേണ്ട പണിയുണ്ട്. പിന്നെ വലത്തെ സൈഡിൽ പുത്തൻതെരുവ് എത്തുമ്പോൾ വലത് ഭാഗത്തായിട്ട് കുറച്ച് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് ഒരു മെറ്റിലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇടത്തെ സൈഡിലും അത്രയും പണി നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലുള്ള പണിയാണ്. ഇവിടെയൊക്കെ കുറച്ചും കൂടെയൊക്കെ പണി ബാക്കിയുണ്ട് ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്ത്. അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പം മെയിൻ റോഡ് ആ ഒരു ഭാഗത്ത് ടാർ ചെയ്തിരിക്കുന്ന ഭാഗം കുറച്ച് ഒഴിച്ചിട്ടിട്ടാണ് ടാർ ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ ആ ഒരു ഭാഗത്തായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ക്രാഷ് ബാരിയർ നിർമ്മാണവും മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയും ടാറിങ്ങും ഒക്കെ കുറച്ച് ഒഴിവാക്കിയാണ് അത്രയും ടാറിങ് അവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. നമ്മൾ കണ്ട കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെയും ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് അവർ ക്രാഷ് ബാരിയർ നിർമ്മാണമൊക്കെ നിർത്തി വെച്ചിട്ട് ടാർ ചെയ്തിരിക്കുന്നത്. അവിടെയും ഒരു പോസ്റ്റ് നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പണി കുറച്ച് പെൻഡിങ് ആ ഒരു ഭാഗത്തായിട്ട് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റാണ് നമ്മുടെ കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് തന്നെ പുത്തൻതെരുവ് കഴിഞ്ഞ് വരുന്നിടം വരെയുള്ള അപ്ഡേറ്റ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ലൈക്ക് ചെയ്യുന്ന കാര്യവും ഒരിക്കലും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.